അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ഫിഷ് ഉള്ളത് അത് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പറയാൻ മാത്രമൊന്നും ഫിഷൊന്നും ഇപ്പോൾ ഇവിടെ ഇല്ല. കാരണം മഴയെല്ലായതുകൊണ്ട് എല്ലാം നശിച്ചു. എല്ലാ ഫിഷ് ഇവിടെ ഉണ്ടായിരുന്നു. മോളി, ഫ്ലാറ്റി, ടെക്സിനോക്കോയി, ഗപ്പി, എല്ലാ മീനും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. നമ്മൾ ഇവിടുന്ന് കടയിലെല്ലാം കൊടുക്കലുണ്ട്, കപ്പലെല്ലാം കൊണ്ട് കൊടുക്കലുണ്ട്. അപ്പുറത്തെ കുട്ടികളെല്ലാം ഇവിടെ തന്നെ, എല്ലാവരും ഇവിടെ തന്നെയാണ് വന്ന് വാങ്ങൽ. ഇപ്പോൾ ഇതിലുള്ളത് ഒരു സീബ്ര മീനാണ്, 2 കളർ, ഒന്ന് ഓറഞ്ചും ഒന്ന് പച്ച കളറുമാണ്. അപ്പോൾ ഇതന്നെ ഇവിടെ തന്നെ ഞാൻ ബ്രീഡ് ചെയ്തിട്ട് ഇറങ്ങിയ കുട്ടികളാണ്. അപ്പോൾ ഒരുപാട് മീൻ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ സംഭവിച്ചു പോയി. പിന്നെ മഴയെല്ലായതുകൊണ്ട് ശ്രദ്ധിക്കാത്തതുകൊണ്ട് പിന്നെ ഇതിൽ തവള ഇറങ്ങിയില്ല. ഒരുപാട് തവളനെ ഇപ്പം എല്ലാം മാറ്റി എല്ലാം ഒന്ന് ക്ലീനാക്കി. ഇനിയിപ്പോൾ എല്ലാം മീൻ വാങ്ങി എല്ലാം ആദ്യം സ്റ്റാർട്ടിങ് ചെയ്യണം. മീൻ വാങ്ങണം. നമ്മൾ മീൻ വളർത്തി ശീലമുള്ളതുകൊണ്ട് നമുക്ക് മീൻ എന്തായാലും വാങ്ങണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഗപ്പിനൊക്കെ ആദ്യം വാങ്ങലാന്ന്, വാങ്ങിയിട്ടൊന്ന് ശരിയാക്കണം, എല്ലാം റെഡി ആകണം. അപ്പോൾ ഇത് നമ്മുടെ ആഫ്രിക്കൻ തത്തയാണ്. അപ്പോൾ അതിലിങ്ങനെ എന്നെ കണ്ടിട്ട് ഇങ്ങനെ നോക്കല. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തതേ ഉള്ളൂ. നല്ലതാണ് കേട്ടോ ഇതിൻ്റെ കണ്ണൊക്കെ. അപ്പോൾ ഒരു പേരൻസേ വാങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ നിന്നുണ്ടായ കുഞ്ഞുങ്ങളാണ് ഇതൊക്കെ. 5-8 ഉണ്ട് ഇതിൽ. ഒരു പേരൻസിന് തന്നെ നല്ല വിലയുണ്ട്. അപ്പോൾ ഇതൊക്കെ ഫ്രിഡ്ജ് ബോക്സാണ്. ഇതിലെല്ലാം മീനുണ്ടായത്. ഇതെല്ലാം ഫുൾ മീനാണ്. ഗപ്പി ഒരുപാട് ഗപ്പി ഉണ്ടായതാണ്. ഇതിലൊക്കെ ഒരുപാട് ഗപ്പി. എൻ്റെ കുടുംബത്തിൽ അവർക്കെല്ലാം ഞാനിങ്ങനെ കൊടുക്കുക. അത്രയ്ക്ക് ഒരുപാട് മീനുണ്ടായിരുന്നു ഇവിടെ. ഇപ്പം എൻ്റെ കയ്യിൽ പറയും ഈ ഒരു മീനേ ഉള്ളൂ. ഇതൊക്കെ മീൻ വളർത്താൻ വേണ്ടി കെട്ടിയ ഷെഡാണ്. ഒരു നീളത്തിൽ അങ്ങത്തോളൊരു നീളത്തിൽ. ഇപ്പോൾ ഇനി ആദ്യം ഇതെല്ലാം തുടങ്ങണം. മീൻ എന്തായാലും വളർത്തും. എന്താ വെച്ചാൽ മീനില്ലാണ്ടാവില്ല. കാരണം നമ്മൾ മീനെ വളർത്തി ശീലമില്ല. അപ്പോൾ നമ്മൾ എന്തായാലും ഗപ്പീനെ ഒക്കെ വാങ്ങുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ അടുത്ത വീഡിയോയിലേക്ക് വരാം. ഓക്കെ, ഇൻഷാ അല്ലാഹ്.